بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാദമീഡിയയിലേക്ക് സ്വാഗതം. +1 ഫിഖിലെ രണ്ടാമത്തെ പാഠാണ് അത്വലാഖു. നമുക്കറിയാം, രണ്ട് വ്യക്തികളെ പരസ്പരം കാണുക പോലും ഹറാമായിരുന്ന രണ്ട് വ്യക്തികളെ ഒരു വാക്കിന്റെ പുറത്ത് പരസ്പരം ഒന്നിപ്പിക്കുന്ന ഒരു ഇടപാടാണ് നിക്കാഹ് എന്ന് പറയുന്നത്. സൗവജത്തുക അല്ലെങ്കിൽ അങ്കഹത്തുക എന്ന പെണ്ണിന്റെ പിതാവ് വരനോട് പറയുന്നതോടുകൂടി അവർ രണ്ടുപേരും ഒന്നിക്കുകയും അവരുടെ കുടുംബത്തിൽ പോലും പരസ്പരം കാണൽ ഹറാമായിരുന്ന ആളുകൾ തമ്മിൽ കാണുകയോ തൊടുകയോ ഒന്നും ഒരു പ്രശ്നമല്ലാത്ത ആ രീതിയിലേക്ക്, ഹലാലായ രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്ന ഒരിടപാടാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേർ ഒന്നിച്ചു ചേർന്ന് അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ ഒരുമിച്ച് ജീവിക്കുന്നിടത്ത് ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പം അവർ തമ്മിൽ വേർപിരിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് നിയമപരമായ രീതിയാണ് അത്വലാഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാക്ക് കൊണ്ട് ഒന്നിച്ചവർ അതേപോലെ തന്നെ ഒരു വാക്ക് കൊണ്ട് പിരിയുകയും ചെയ്യും. പക്ഷെ ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ത്വലാഖുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ത്വലാഖുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഹുവ ഹല്ലു അഖ്ദിൻ നിക്കാഹി ബിലഫ്ളിൻ മുഷ്തഖിൻ മിൻ ത്വലാഖിൻ ഔ ഫിറാഖിൻ ഔ സറാഹിൻ വബി തർജമത്തി കുല്ലി വാഹിദ് മിൻഹ. എന്താണ് ത്വലാഖ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ത്വലാഖുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പറയുന്നത്. അതായത് ത്വലാഖ് എന്ന് പറഞ്ഞാൽ ഹുവ ഹല്ലു അഖ്ദിൻ നിക്കാഹ്, നിക്കാഹിന്റെ അഖ്ദിനെ ഹല്ല് ചെയ്യലാണ്, നിക്കാഹിന്റെ ഇടപാടിനെ അഴിക്കലാണ്. ഒരു ഇടപാടിലൂടെ അവർ തമ്മിൽ ഒരു കെട്ട് വീണിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. ആ കണക്ഷനെ അഴിച്ചു മാറ്റുക, അവരെ വേർപിരിക്കുക എന്നർത്ഥം. ആ നിക്കാഹിന്റെ ഇടപാടിനെ അഴിച്ച് അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ അത് അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ബിലഫ്ളിൻ മുഷ്തഖിൻ മിൻ ത്വലാഖിൻ ഔ ഫിറാഖിൻ ഔ സറാഹിൻ. ത്വലാഖ്, ഫിറാഖ്, സറാഹ്, ഈ മൂന്ന് പദങ്ങളിൽ നിന്നോ ഈ മൂന്ന് പദങ്ങളോ അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പദങ്ങളോ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോ നിക്കാഹിന് നമ്മൾ കുറച്ച് സ്വീകകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സവ്വജതുക, അൻകഹ്തുക, ഈ സ്വീകകളൊക്കെയാണ് നിക്കാഹ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ തർജ്ജമകൾ. അതുപോലെ തന്നെ ത്വലാഖിന് ഉപയോഗിക്കേണ്ട പദങ്ങൾ ഏതൊക്കെയാണ്? ത്വലാഖ്, ഫിറാഖ്, സറാഹ്. മൂന്ന് പദങ്ങളുടെയും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. ഞാൻ നിന്നെ വേർപിരിയുന്നു എന്ന അർത്ഥത്തിലുള്ള മൂന്ന് പദങ്ങളാണ്. പക്ഷെ ഈ വാക്കുകളാണ് ഏറ്റവും പ്രധാനം. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ത്വല്ലഖ്തുക എന്ന് പറയാം, ത്വല്ലഖ്തുകി, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി. അല്ലെങ്കിൽ ഫാറഖ്തുകി, ഞാൻ നിന്നെ വേർപിരിഞ്ഞു. അല്ലെങ്കിൽ സറഹ്തുകി. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റും എന്ന് വെച്ചാൽ, ത്വലാഖ് ചെല്ലാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയോട് ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ത്വലാഖായിട്ട് സ്വീകരിക്കപ്പെടും. വബി തർജമത്തി കുല്ലി വാഹിദ് മിൻഹ, ഇതിലുള്ള ഓരോ പദങ്ങളുടെയും തർജമ, ഏതു ഭാഷയിലുമുള്ള ട്രാൻസ്ലേഷൻ കൊണ്ടും എന്ത് ചെയ്യും? ത്വലാഖ് സംഭവിക്കും. അപ്പൊ ഇതല്ലാത്ത വാക്കുകളാണെങ്കിൽ അത് ത്വലാഖിന്റെ സ്വീകയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്നതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. കുറച്ച് എക്സ്പ്ലനേഷൻ താഴെ വരും. വയഖഉ ത്വലാഖു മിൻ മുകല്ലഫിൻ മുഖ്താരിൻ, ഒരു മുഖ്താറായ മുകല്ലഫായ വ്യക്തിയിൽ നിന്ന് ത്വലാഖ് സംഭവിക്കുന്നതാണ്. ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ത്വലാഖ് ചൊല്ലിയാൽ ആരിൽ നിന്നൊക്കെയാണ് ത്വലാഖ് സംഭവിക്കുക? ഒന്നാമത്തത് മുകല്ലഫ്, മുഖ്താറുമായ വ്യക്തി. മുഖ്താർ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന, ആരെങ്കിലും അവനെ നിർബന്ധിച്ചിട്ടും മറ്റൊന്നുമല്ല, അവന്റെ ഇഷ്ടപ്രകാരം അവൻ ചെയ്യാണ്. അങ്ങനെയുള്ള മുകല്ലഫായ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളെയാണ് മുകല്ലഫ് എന്ന് പറയാൻ നമുക്കറിയാം. അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള പദങ്ങൾ ഉണ്ടായാൽ അതുകൊണ്ട് ത്വലാഖ് സംഭവിക്കും. രണ്ടാമത്തത് വമിൻ മുതഅദ്ദിൻ ബിസക്രിൻ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് അക്രമം പ്രവർത്തിച്ച ആള്. അതായത് ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണല്ലോ. അപ്പൊ ആ തെറ്റായ രൂപത്തിൽ ലഹരി ഉപയോഗിച്ച് അതുകൊണ്ട് മത്ത് ബാധിച്ച ആൾ, അവൻ ആ ലഹരി ഉപയോഗിച്ച മത്തായ അവസ്ഥയിൽ ഈ പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഞാൻ ബോധമില്ലാതെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അതിക്രമപരമായിട്ട് അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ലഹരി ഉപയോഗിച്ച ഒരാളിൽ നിന്ന് ഈ പദങ്ങൾ ഉണ്ടായാൽ ത്വലാഖ് സംഭവിക്കും. കാരണം അവൻ ആ ലഹരി ഉപയോഗിച്ചതേ അവൻ ചെയ്തത് തെറ്റാണ്. ആ ബോധമില്ലാത്ത അവസ്ഥയിൽ അവൻ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാലും അത് ത്വലാഖായിട്ട് സംഭവിക്കും. വമിൻ ഹാസിലിൻ ബിഹി,
ത്വലാഖിന്റെ പദങ്ങൾ കൊണ്ട് തമാശ പറഞ്ഞ ആളിൽ നിന്നും ത്വലാഖ് സംഭവിക്കുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് തമാശ കളിക്കാനോ പ്രാങ്ക് ചെയ്യിപ്പം അതിൻ്റെ ഒക്കെ കാലാണല്ലോ അല്ലേ. അപ്പം പിന്നെ ഭർത്താവ് ഭാര്യയെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ത്വലാഖ് സംഭവിക്കുന്ന പദങ്ങൾ അതിന്റെ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ പോലും അത് പറഞ്ഞാൽ ആ ഭാര്യയെ പിന്നെ അയാൾക്ക് കാണാനോ തൊടാനോ പറ്റില്ല. ആ ഭാര്യ ഒരു അന്യ സ്ത്രീയായിട്ട് മാറും അയാളെ സംബന്ധിച്ച്. അപ്പൊ ത്വലാഖ് സംഭവിക്കുന്നത്, അപ്പൊ ഹാസിലായ തമാശക്കായിട്ട് ഈ പദങ്ങൾ ഉപയോഗിക്കുന്ന ആളിൽ നിന്നും എന്ത് സംഭവിക്കും? ത്വലാഖ് സംഭവിക്കുന്നതാണ്. അപ്പോ പിന്നെ തെറ്റായ രൂപത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ബോധമില്ലാതായവനോ തമാശ കളിക്കുന്നവനോ, ഇനി അതൊന്നുമല്ല കാര്യത്തിൽ തന്നെ ഒരു മുക്കല്ലഫും മുഖ്താറുമായ വ്യക്തിയോ, ഇവരൊക്കെ ത്വലാഖ് ചൊല്ലിയാൽ അവരിൽ നിന്നൊക്കെ ത്വലാഖ് സംഭവിക്കുന്നതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹാസിലിന്റെ അടുത്ത് നിന്നൊക്കെ ത്വലാഖ് ഉണ്ടാകും എന്ന് പറയാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ. 3 കാര്യങ്ങൾ, അത് ജിദ്ദുഹുന്ന ജിദ്ദുൻ, അത് കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ്, വഹസ്ലുഹുന്ന ജിദ്ദുൻ, തമാശക്ക് പറഞ്ഞാലും കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തമാശ പറയാൻ പാടില്ല. ഒരു പെൺകുട്ടിയുടെ പിതാവ് ഒരാളോട് ഞാൻ നിനക്ക് എൻ്റെ മോളെ കെട്ടിച്ചു തന്നു എന്ന് പറഞ്ഞാൽ, തമാശക്ക്, നമ്മൾ ചെറിയ കുട്ടികളെ കളിപ്പിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ തമാശക്ക് അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. എൻ്റെ മോളെ പിതാവ് മകളെ കുറിച്ച്, എൻ്റെ മകളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നു എന്നൊരു പുരുഷനോട് പറഞ്ഞാൽ, വിവാഹബന്ധം അനുവദനീയമായ ഒരു പുരുഷനോട് പറഞ്ഞാൽ, ഒരാൺകുട്ടിയോട് പറഞ്ഞാൽ, തമാശക്കാണ് പറഞ്ഞതെങ്കിൽ പോലും ഞാനത് സ്വീകരിച്ചു എന്ന് ആ ആൺകുട്ടി പറയും കൂടെ ചെയ്താൽ ആ പെൺകുട്ടി അവന്റെ ഭാര്യയായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരം വാക്കുകൾ തമാശയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇതിൽ തമാശയില്ല. ഇത് പറഞ്ഞാൽ അത് ആ വാക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ വാക്കാണ് ഇവരെ കണക്ട് ചെയ്യുന്നത്, ആ വാക്കാണ് ഇവരെ വേർപിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ തമാശക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ 3 വാക്കുകൾ തമാശയായാലും കാര്യമാണ്, കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ്. അന്നിക്കാഹു വത്തലാഖു വറജഅത്തു, ഈ 3 കാര്യങ്ങളാണത്. ഒന്ന് നിക്കാഹ്, മറ്റൊന്ന് ത്വലാഖ്, മറ്റൊന്ന് റജഅത്ത്, മടക്കിയെടുക്കൽ. അപ്പൊ ഇതിന്റെ ലഫ്ലുകൾ, ഇതിന്റെ സ്വീകകൾ എന്ത് ചെയ്യാൻ പാടില്ല? തമാശക്കൊന്നും പറയാൻ പാടില്ല എന്നത് അതിൽ നിന്ന് മനസ്സിലാവും. ഇനി വയഖഉ ത്വലാഖുൽ ഗൾബാനി, ദേഷ്യം ബാധിച്ചവന്റെ ത്വലാഖും സംഭവിക്കുന്നതാണ്, ത്വലാഖായിട്ട് സംഭവിക്കും. വഇൻ ഇദ്ദഅ സവാല ശുഊരിഹി, വഇൻ ഇദ്ദഅ, അവൻ വാദിച്ചാലും ശരി, സവാല ശുഊരിഹി, അവന്റെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു, അവന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു, നീങ്ങിയിരുന്നു എന്ന്, ബിൽ ഗളബി, ആ ദേഷ്യം കൊണ്ട്, അത് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കാതെ അങ്ങ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ശരി, ഈ പദങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും അറിയാതെ പോലെ നമ്മുടെ നാവെന്ന് വരാൻ പാടില്ല. അപ്പോൾ ഒരുത്തും പറഞ്ഞു ഞാൻ ദേഷ്യം പിടിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞാൽ പോലും അത് ത്വലാഖായിട്ട് സംഭവിക്കും. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വയഖഉ ത്വലാഖു ബിൽ കിനായത്തി, കിനായത്ത് കൊണ്ടും ത്വലാഖ് സംഭവിക്കുന്നതാണ്. കിനായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിക്കാഹിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞ തന്നെയാണ്. ഹിയ ലഫ്ലുൻ യഹ്തമിലു ത്വലാഖ വഗൈറഹു, ത്വലാഖും അതല്ലാത്തതും സാധ്യതയുള്ള പദങ്ങൾ. ത്വലാഖാവാനും സാധ്യതയുണ്ട്, മറ്റെന്തോ അർത്ഥത്തിൽ ഉപയോഗിച്ചതാ, മറ്റെന്തോ അർത്ഥത്തിൽ പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പദങ്ങൾ, അതിനെയാണ് കിനായത്ത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു പദമാണ് ഒരാൾ ഉപയോഗിച്ചത് എങ്കിൽ അത് കൊണ്ടും ത്വലാഖ് സംഭവിക്കും. ഇദാ ഖസദ ഇഖാ തലാഖി ബിഹി, അതുകൊണ്ട് ത്വലാഖ് സംഭവിക്കണമെന്ന് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ കിനായത്തിന്റെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ അത് ത്വലാഖാവോ ഇല്ലേ എന്ന് ചോദിച്ചാൽ, അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ത്വലാഖാകും, ഇല്ലെങ്കിൽ ആവില്ല. അപ്പൊ അതിൽ അവൻ ഉദ്ദേശിച്ചോ ഇല്ല എന്നുള്ളത് അവൻ പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. താഴെ പറയുന്നുണ്ട്, അതിൽ അയാളെ സത്യം ചെയ്യിപ്പിക്കണം എന്ന്, അതുകൊണ്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ്? ത്വലാഖ് സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ത്വലാഖ് സംഭവിക്കും. കഖൗലിഹി, ഒരുത്തന് പറയൽ പോലെ, അന്തി അലയ്യ ഹറാം, നിന്നെ ഇനി എനിക്ക് ഹറാമാണ്. ഒരു പെണ്ണിനെ തൊടലും കാണലൊന്നും സ്വന്തം ഭാര്യ ആയിരിക്കുമ്പോൾ ഹറാമല്ല, അന്യ സ്ത്രീ ആയിരിക്കുമ്പോൾ ഹറാമാണ്, അങ്ങനെയാണല്ലോ. അപ്പൊ ഒരാൾ ഭാര്യയോട് പറയാണ് നിന്നെ ഇനി എനിക്ക് ഹറാമാണ്, നീ എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നീ ഇനി എന്റെ ഭാര്യയല്ല എന്ന ഒരർത്ഥത്തിലാണത് വരിക. അപ്പൊ അത് പക്ഷെ ത്വലാഖിന്റെ സ്വരീഹായ പദമല്ല. ത്വലാഖ്, ഫിറാഖ്, സറാഹ് പോലെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പദങ്ങളോ അതിന്റെ ട്രാൻസ്ലേഷനോ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ പറഞ്ഞാല് അത് വേറെ, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി എന്ന് തന്നെ ആവണം എന്നൊന്നും ഉറപ്പില്ല. ചിലപ്പോൾ വേറെ ഏതോ അർത്ഥത്തിൽ ഞാൻ ഇനി പിന്നെ വത്തു ചെയ്യൂല എന്ന്, ഒരാഴ്ചത്തേക്ക് ഞാൻ നിന്നെ വത്തു ചെയ്യൂല എന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ടെന്നോ, അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടെന്നോ, അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരാൾ വിശദീകരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ അയാൾ എന്തെങ്കിലും ഒരു വിശദീകരണം അതിന് തരികയാണെങ്കിൽ അപ്പൊ നമ്മൾ അത് അംഗീകരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങൾ ത്വലാഖിന്റെ സ്വരീഹായ പദമല്ലാത്തതുകൊണ്ട് ഇതിൽ അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ത്വലാഖ് സംഭവിക്കുള്ളൂ.
അപ്പൊ ഒന്ന് കിനായത്തിന്റെ ഒരു ഉദാഹരണമാണ് അന്തി അലൈഹി ഹറാമുൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അന്തി ഖലിയത്തും മിൻ സൗജ്, നീ ഭർത്താവില്ലാത്തവളാണ്, നീ ഭർത്താവിൽ നിന്ന് ഒഴിവായവളാണ്, എനിക്കിനി ഭർത്താവില്ല എന്ന് പറഞ്ഞാൽ അതും ത്വലാഖിന്റെ സ്വരീഹായ പദം അല്ല. ഔ തറക്തുക്കി, തറക്തുക്കി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നാണ്, ഞാൻ നിന്നെ ഒഴിവാക്കി എന്നാണ്. അപ്പൊ ഞാൻ നിന്നെ ഒഴിവാക്കി എന്ന പദം ത്വലാഖ്, ഫിറാഖ്, സറാഹ് എന്നീ വാക്കുകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതല്ല തറക്ക എന്ന പദം. അതുകൊണ്ട് തന്നെ പിന്നെ തറക്ക എന്ന് പറയുന്നതിന്റെ ആശയം അയാൾ ഉദ്ദേശിച്ചത് ത്വലാഖ് തന്നെയാണോ അല്ലെ വേറെ വല്ലതും ആണോ എന്നുള്ളത് അയാളോട് ചോദിച്ചു. കാരണം ഈ തർക്കൊക്കെ വേറെയും വിശദീകരണങ്ങൾ, അർത്ഥങ്ങൾ സങ്കല്പിക്കാൻ കഴിയും, സങ്കല്പിക്കാന്നല്ല അർത്ഥം പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ത്വലാഖ് സംഭവിച്ചില്ലേ എന്ന് പറയാൻ കഴിയും. അപ്പൊ ഒരു ഭർത്താവ് ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ ത്വലാഖൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്റെ ഉദ്ദേശത്തെ അയാൾ നിരാകരിക്കുകയാണെങ്കിൽ, നിഷേധിക്കുകയാണെങ്കിൽ വയുസദ്ദഖു, അംഗീകരിക്കപ്പെടും, മുൻകിറു ഖസ്ദിൻ, ഖസ്ദിനെ നിഷേധിക്കുന്നവനെ അംഗീകരിക്കണം, ബി യമീനിഹി, അവനെ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊരു ഭർത്താവ് വാദിക്കുകയാണെങ്കിൽ എന്നാ നീ സത്യം ചെയ്യുമെന്ന് പറയാം. അയാൾ സത്യം ചെയ്താൽ എന്തായി, പിന്നെ അത് ത്വലാഖ് സംഭവിച്ചിട്ടില്ല, ഒറ്റ ത്വലാഖും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അത് വരിക. അപ്പം യമീന് ചെയ്തുകൊണ്ട് ഖസ്ദില്ല എന്ന് വാദിക്കുന്ന ആളെ, ഖസ്ദിനെ നിഷേധിക്കുന്ന ആളെ യമീൻ ചെയ്തുകൊണ്ട് അംഗീകരിക്കുകയാണ് വേണ്ടത്. വലൗ ഖാല, ഒരാൾ പറഞ്ഞു ത്വല്ലഖ്തുകി, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ത്വലാഖിനെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഭർത്താവ് ഭാര്യയെ പൂർണ്ണമായി വേർപിരിയേണ്ടി വരുന്നത് 3 ത്വലാഖ് ചൊല്ലുമ്പോഴാണ്. നിക്കാഹിനെ പോലെ ഒറ്റ സ്വീക കൊണ്ട്, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സ്വീക കൊണ്ട് തന്നെ ഒരു പെണ്ണെന്താവും, അയാളുടെ ഭാര്യയായിട്ട് മാറും. പക്ഷെ അതേസമയം ത്വലാഖ് എന്ന് പറയുന്നത് 3 സ്വീകകൾ അതിൽ വേണം. ത്വലാഖ് ചൊല്ലി എന്ന് ഒരു വട്ടം പറഞ്ഞു, രണ്ടാമത്തെ വട്ടവും പറഞ്ഞു, മൂന്നാമത്തെ വട്ടവും പറഞ്ഞു. ഒന്നുകിൽ ഇങ്ങനെ 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ഞാൻ 3 ത്വലാഖ് എന്ന് എണ്ണം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. അപ്പൊ ഈ രീതിയിൽ അത് പറയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ത്വലാഖ് സംഭവിക്കുന്നത്. എല്ലാവർക്കും അറിയാം 3 എണ്ണാണ് അതിന്റെ കണക്ക് അല്ലെ. 3 എണ്ണം ചൊല്ലിയാൽ, 3 ത്വലാഖും ചൊല്ലിയാൽ ബായിനായ ത്വലാഖാവുന്നൊക്കെ നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഒരാൾ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് മാത്രം പറഞ്ഞു, വനവാ അദദൻ, എന്നിട്ട് അയാൾ ഒരു എണ്ണം ഉദ്ദേശിക്കുകയും ചെയ്തു. എണ്ണം അയാൾ ഉള്ളിൽ കരുതി, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് മാത്രമേ പുറത്തു പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ വഖഅ മൻവിയുൻ, എണ്ണം എത്രയാണോ അയാൾ കരുതിയിരിക്കുന്നത് ആ കരുതിയ എണ്ണം ത്വലാഖാണ് സംഭവിക്കുക. അപ്പൊ അയാളോട് ചോദിക്കണം എത്രയാ കരുതിയെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞാൽ ആ എണ്ണാണ് പരിഗണിക്കുക. വഇല്ലം യൻവിഹി, അവൻ അങ്ങനെ എണ്ണ ഒന്നും കരുതിയിട്ടില്ല, വെറുതെ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ വഖഅ തൽഖത്തുൻ വാഹിദ, ഒരു ത്വലാഖ് മാത്രം സംഭവിക്കുകയും ചെയ്യും. എണ്ണം കരുതിയിട്ടുണ്ടെങ്കിൽ കരുതിയ എണ്ണം സംഭവിക്കും, കരുതിയിട്ടില്ലെങ്കിൽ ഒരു ത്വലാഖ് സംഭവിക്കും. വലാ യഖഉ ത്വലാഖു മുക്റഹിൻ ബിഗൈരി ഹഖ്, വലാ യഖഉ സംഭവിക്കുകയില്ല, ത്വലാഖ് സംഭവിക്കില്ല, മുക്റഹിൻ ബിഗൈരി ഹഖ്, ന്യായമില്ലാതെ നിർബന്ധിക്കപ്പെട്ടവന്റെ ത്വലാഖ്. യാതൊരു ന്യായവും ഇല്ലാതെ അയാളോട് നിർബന്ധിച്ച്, അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ മറ്റോ അയാളോട് പറഞ്ഞു അവളെ ത്വലാഖ് ചെല്ലടാ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അവരുടെ ആ ഭീഷണിയിൽ നിന്ന്, അവരുടെ ആ ഒരു അതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാനുള്ള ത്വലാഖില്ലേ എന്ന് പറഞ്ഞു. അതെന്താവൂല, അത് ത്വലാഖാവുകയില്ല, അത് സംഭവിക്കുകയില്ല. കാരണം ന്യായമില്ലാതെ നിർബന്ധിക്കപ്പെട്ടവനാണ് അവൻ. അപ്പൊ ന്യായത്തോടു കൂടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഖാദിയും മറ്റൊക്കെ ചില കണ്ടീഷനിൽ എന്ത് ചെയ്യും, ചില ഭർത്താക്കന്മാരെ ത്വലാഖ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. അപ്പോൾ അവരുടെ ഖാദിയുടെ നിർബന്ധത്തിന് മുന്നിൽ അയാൾ ത്വലാഖ് ചൊല്ലിയാൽ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് വേറെ വിഷയമാണ്. ന്യായമില്ലാതെ നിർബന്ധിക്കപ്പെട്ടവന്റെ ത്വലാഖ് സ്വീകരിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ അത് ത്വലാഖായിട്ട് സംഭവിക്കുകയില്ല. വേറൊരു കാര്യം, മൂലം കത്തബ, ഒരാൾ എഴുതി, ലഫ്ള ത്വലാഖിൻ, ത്വലാഖിന്റെ ലഫ്ള് എഴുതി, വലം യൻവി ഇഖാ തലാഖി ബിഹി, പക്ഷെ അതുകൊണ്ട് ത്വലാഖ് സംഭവിക്കണം എന്ന് അയാൾ ഉദ്ദേശിച്ചിരുന്നില്ല. അയാൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് സംഭവിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതല്ല എങ്കിൽ ഫഹുവ ലഗ്വൻ, അത് നിരർത്ഥകമാണ്, അതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല, അത് ത്വലാഖൊന്നും ആവില്ല എന്നർത്ഥം. വെറുതെ എഴുതിയത് മാത്രമാണ്, ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ത്വലാഖ് ആവില്ല. ഇഷാറത്തുൽ അഖ്റസി ബിത്തലാഖി, ഇഷാറത്തുൽ അഖ്റസി ബിത്തലാഖി, അഖ്റസ് എന്ന് പറഞ്ഞാൽ ആരാണ്, സംസാരിക്കാൻ കഴിയാത്ത ഊമയായിട്ടുള്ള വ്യക്തി, അയാൾ ത്വലാഖ് കൊണ്ട് ഇഷാറത്താക്കിയാൽ, അയാളുടെ എല്ലാ കാര്യങ്ങളും ആംഗ്യം കൊണ്ടാണല്ലോ, അപ്പൊ ത്വലാഖിനെ സംബന്ധിച്ച് അയാൾ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ യുഅ്തദു ബിഹ, അത് പരിഗണിക്കപ്പെടുന്നതാണ്, ആ ഇഷാറത്ത് ത്വലാഖായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേറൊരു ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളാണ്.
അപ്പോൾ ത്വലാഖ്, ഈ ത്വലാഖ് എന്ന് പറയുന്നത് നമ്മളിത് ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്കിലും ഇതിൻ്റെ നിയമങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ത്വലാഖ് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമോ അല്ലെങ്കിൽ അത് പിന്നെ വ്യാപകമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമോ ഒന്നും ഒരിക്കലുമല്ല. അപ്പോൾ ത്വലാഖ് മിൻ അബ്ഗദിൽ ഹലാലി ഇലല്ലാഹി തആല, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഹലാലായ കാര്യമാണ്. മിൻ അബ്ഗദിൽ ഹലാൽ, ഹലാലിൽ നിന്ന് ഏറ്റവും ദേഷ്യമുള്ള, ഇലല്ലാഹ് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഹലാലായ കാര്യമാണ് എന്ത്? ത്വലാഖ്. ഹലാലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് തന്നെയാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്, ചെയ്യാൻ വേണ്ടി അനുവാദമുള്ളതാണ്. പക്ഷേ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണ നമ്മൾ ഹലാലായ കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ്ക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ത്വലാഖ് എന്താണ്? അള്ളാഹുവിന് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഹലാലിന്റെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഇലല്ലാഹി അസ്സ വജല്ല അത്വലാഖു, ത്വലാഖാണ്. ഹലാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ത്വലാഖാണ്. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് റഹിമഹുല്ലാഹ്. വയുസ്തഹബ്ബു, സുന്നത്താണ് അത്വലാഖു, ത്വലാഖ്. ത്വലാഖ് സുന്നത്താകും. ഇത് ഹലാലാണ് എന്ന് നമ്മൾ പറഞ്ഞു, നോർമലി ഹലാലാണ്, എന്നാൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യവുമാണ്. പക്ഷെ സുന്നത്താകുന്ന കണ്ടീഷൻ ഉണ്ട്. അതെപ്പോഴാണ്? ത്വലാഖ് സുന്നത്താകും ലി ഖൗഫി തഖ്സീരിഹി, ഭർത്താവ് വീഴ്ച വരുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഫി ഹഖിഹ, അവളുടെ അവകാശങ്ങളിൽ, അവളുടെ ഹഖിൽ, തൻ്റെ ഭാര്യയോടുള്ള ഹക്ക് നിറവേറ്റുന്നിടത്ത് തനിക്ക് വീഴ്ച സംഭവിക്കുന്നു എന്ന് ഭർത്താവ് ഭയപ്പെട്ടാൽ, ലി ബുഗ്ദിൻ, അവളോട് ഒരു ഇഷ്ടം എന്നൊക്കെ പറയുന്നത് മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ് അല്ലേ, നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഒന്നും നടക്കുന്ന കേസല്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയോട് എങ്ങനെയും അവളെ സ്നേഹിക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ല, അവളോട് എങ്ങനെയൊക്കെ പെരുമാറാൻ നോക്കിയാലും അവളോട് ദേഷ്യം മനസ്സിൽ വന്നു പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ, എല്ലാ അർത്ഥത്തിലും ഒരു ഭർത്താവ് ഒരു ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും അവളോട് ചെയ്ത് വീട്ടി കൊടുക്കാൻ ഭർത്താവിന് കഴിയുകയില്ല എന്ന് ഒരു ഭർത്താവ് ഭയപ്പെട്ടാൽ, ഔ ഗൈരിഹി, ബുഗ്ദ് തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും കാരണത്താൽ തൻ്റെ ഭാര്യയോട് തനിക്ക് നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുകയില്ല എന്ന് ഒരാൾ ഭയപ്പെടുകയാണെങ്കിൽ അവന് ത്വലാഖ്, അവളെ ത്വലാഖിൽ ഒഴിവാക്കി കൊടുക്കൽ സുന്നത്താണ്. നല്ല നിലക്ക് നോക്കാൻ കഴിയുന്നില്ലേ പിന്നെ എന്ത് ചെയ്യണം? ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നിട്ട് നല്ല നിലക്ക് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒഴിവാക്കി കൊടുക്കണം. എന്തിനാണ് അവളെ വെറുതെ പ്രയാസപ്പെടുത്തുന്നത്? ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാവരുത് കല്യാണം കഴിക്കുന്നത്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ആ പെണ്ണിന് എന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ടിക്കരുത്. അവൾക്ക് വേണ്ടതൊക്കെ അവളുടെ അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയില്ല എന്ന് തോന്നിയാൽ ത്വലാഖ് ചൊല്ലി അവളെ ഒഴിവാക്കി കൊടുക്കൽ സുന്നത്താണ്. അപ്പൊ അവൾക്ക് കുറച്ച് അവളുടേതായ പിന്നെ ജീവനാംശവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതിനുശേഷം അവൾക്ക് സമാധാനത്തോടുകൂടെ ഒന്നുകിൽ ഒറ്റക്കോ അല്ലെങ്കിൽ മറ്റൊരു കല്യാണം കഴിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമല്ലോ. ഇവന്റെ അടുത്ത് നിന്നിട്ട് പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പ്രയാസപ്പെടുത്തുക എന്ന് പറയുന്നത് ദീനിന്റെ ആശയങ്ങൾക്ക് നിരക്കുന്നതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടീഷനുകൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് ത്വലാഖ് അനുവദനീയമാകുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലുന്നതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് തോന്നിയതുപോലെ പിന്നെ ഉപയോഗിക്കാനുള്ള ഒരു സാധനമല്ല ത്വലാഖ് എന്ന് പറയുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവളുമായിട്ട് ഒരു നിലക്കും ഒരുമിച്ച് പോകാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് മാത്രമേ. അതിൽ തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നോക്കിക്കോ. വയഹ്റുമു ത്വലാഖു മൗതൂഅത്തിൻ ഫീ ഹൈളിൻ ഔ നിഫാസിൻ ബിലാ ഇവളി മിൻഹ. വയഹ്റുമു, ഹറാമാണ്, ത്വലാഖു മൗതൂഅത്തിൻ, വത്തു ചെയ്യപ്പെട്ട ഭാര്യയെ ത്വലാഖ് ചെല്ലൽ. ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ട ശേഷം എന്ന് പറഞ്ഞാൽ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാണ് മൗതൂഅത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ത്വലാഖ് ചെല്ലൽ ഹറാമാണ്. എപ്പോ ത്വലാഖ് ചെല്ലൽ? ഫി ഹൈളിൻ ഔ നിഫാസിൻ, ഹൈലോ നിഫാസോ ആയിരിക്കുന്ന അവസ്ഥയിൽ. ഹൈലിലോ നിഫാസിലോ ആയിരിക്കുന്ന അവസ്ഥയിൽ, അശുദ്ധി കാലയളവിലായിരിക്കുന്ന അവസ്ഥയിൽ ഒരു പെണ്ണിനെ എന്ത് ചെയ്യാൻ പറ്റൂല? ത്വലാഖ് ചെയ്യാൻ പറ്റൂല. അത് ഹറാമാണ്. ബിലാ ഇവളി മിൻഹ, അവളിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിച്ചിട്ടല്ലാതെ. വഫി തുഹ്രിൻ ജാമഅഹ ഫീഹി, രണ്ടാമത്തെ കാര്യം വഫി തുഹ്രിൻ, ശുദ്ധികാലത്തും ത്വലാഖ് ചെല്ലൽ ഹറാമാണ്. ജാമഅഹ ഫീഹി, ആ ശുദ്ധികാലത്ത് അവൻ അവളെ ജിമാഅ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഒരു ഹൈദോ അല്ലെങ്കിൽ നിഫാസൊക്കെ കഴിഞ്ഞ് ശുദ്ധിയിലിരിക്കുന്ന സമയമാണ് ഭാര്യ. ആ ശുദ്ധികാലത്ത് അവൻ അവളുമായിട്ട് ജിമാഅയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത്, ആ ശുദ്ധികാലത്ത് പിന്നെ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവളെ ത്വലാഖ് ചെല്ലാൻ പറ്റൂല. കാരണം ജിമാഅൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് ഈ ഭാര്യയും ഭർത്താവ് ഉള്ളത് എന്നാണ്. അപ്പൊ അതിന്റെ അടുത്ത് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല?
ആ ശുദ്ധി കാലയളവിൽ പിന്നെ അവന് തൊലാഖില്ലാൻ പറ്റില്ല. ആ ശുദ്ധി കാലയളവും കഴിഞ്ഞ് അടുത്ത ഹൈളും കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമുള്ള ശുദ്ധി കാലയളവിലൊക്കെ വേണമെങ്കിൽ അവനക്ക് തൊലാഖിനെ പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എടിപിടിന്ന് പൊടുന്നനെ എടുക്കേണ്ട ഒരു തീരുമാനമോ വളരെ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമോ ഒന്നുമല്ല ഈ തൊലാഖ് എന്ന് പറയുന്നത്. ഒത്തുപോകൂല എന്ന് എല്ലാ നിലക്കും ബോധ്യപ്പെടുമ്പോൾ അവസാന ഘട്ടത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. അപ്പൊ ഇതിന്റെ മുമ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുമ്പുണ്ട് അല്ലെ. ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങളും മറ്റൊക്കെ ഉണ്ടാവുന്നു എന്ന് കാണുമ്പോൾ അവളെ ഉപദേശിക്കുന്നതിനെ കുറിച്ചും കിടപ്പറയിൽ അവളെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചും അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നന്നാക്കി എടുക്കാനും അവരുടെ ഇടയിൽ ഐക്യം ഉണ്ടാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ പരമാവധി നടത്തിയിട്ട് അതൊന്നും സാധിക്കാതാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് അല്ലെ അവളുടെ ഭാഗത്തുനിന്ന് ഒരാള് പിന്നെ ഒരു മധ്യസ്ഥനും ഇവന്റെ ഭാഗത്തുനിന്ന് ഒരു മധ്യസ്ഥനൊക്കെ വന്നിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കണം. ഈ രീതിയിൽ എല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം അവസാന ഘട്ടത്തിലാണ് അവരെ വേർപിരിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് തന്നെ അവളെ ജിമാഅ് ചെയ്ത ഒരു ശുദ്ധി കാലയളവിലാണെങ്കിൽ ആ ശുദ്ധി കാലയളവിൽ അവനക്ക് അവളെ തൊലാഖില്ലാൻ പറ്റൂല. അവളെ ഏതെങ്കിലും കാലത്ത് അവൻ വത്വ ചെയ്തിരുന്നു എങ്കിൽ ഹൈദിലോ നിഫാസിലോ ഇരിക്കുന്ന ഘട്ടത്തിൽ ആ സമയത്തും അവളെ തൊലാഖില്ലാൻ പാടില്ല. വത്വലാഖു മരീദിൻ, രോഗിയുടെ തൊലാഖും ഹറാമാണ്. രണ്ട് ഹറാം നമ്മൾ പറഞ്ഞു, മൂന്നാമത്തതാണിത്. രോഗിയുടെ തൊലാഖ് ഹറാമാണ്. ഇതാ ഖസദ, അവൻ ഉദ്ദേശിച്ചാൽ ഹിർമാനഹ മിനൽ ഇർസി, തന്റെ അനന്തരം എടുക്കുന്നതിൽ നിന്ന് അവളെ തടയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ. മരിക്കാൻ കിടക്കുകയാണ്, ഭാര്യയോട് വെറുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇനി ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ നിന്നൊരു വിഹിതം ഓൾക്ക് കിട്ടുമല്ലോ, അങ്ങനെ അവൾ സുഖിക്കണ്ട എന്ന ഉദ്ദേശത്തോടു കൂടി അവളെ അതിൽ നിന്ന് തടയണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഭർത്താവ് ത്വലാഖ് ചെല്ലുകയാണെങ്കിൽ, രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു ഭർത്താവ് ത്വലാഖ് ചെല്ലുകയാണെങ്കിൽ ആ ത്വലാഖും ഹറാമാണ്. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവർ കുറ്റക്കാരായി മാറും. ആ ഭർത്താക്കന്മാർ ത്വലാഖ് ചൊല്ലുന്നതിലൂടെ കുറ്റക്കാരായി മാറും. വഖദ് യജിബു ത്വലാഖ്, അപ്പൊ ഹറാമാകുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, സുന്നത്താകുന്ന കണ്ടീഷനും പറഞ്ഞു. ഇനി മറ്റൊന്ന്, ത്വലാഖ് ചിലപ്പോൾ നിർബന്ധവുമാകാം. ത്വലാഖി ഹാലിഫിൻ, സത്യം ചെയ്തവന്റെ ത്വലാഖ് പോലെ. അത് നിർബന്ധ. എന്ത് സത്യം ചെയ്തു? അല്ലാ യതസൗജതഹു, അവളെ വത്അ ചെയ്യുകയില്ല എന്ന് ഫിൽഉമരി. ഇനി ജീവിതകാലത്ത് ഒരിക്കലും അവളെ വത്അ ചെയ്യൂല എന്നൊരു ഭർത്താവ് സത്യം ചെയ്താൽ, ജീവിതകാലത്ത് ഒരിക്കലും അവളെ വത്അ ചെയ്യൂല എന്ന് സത്യം ചെയ്തു. ഔ സായിദൻ അൻ അർബഅത്തി അശ്ഹുർ, അല്ലെങ്കിൽ അത്രയൊന്നുമില്ല, പക്ഷെ അതിൽ ഒരു കൊല്ലത്തേക്ക് എന്നൊക്കെ അങ്ങ് പറഞ്ഞു. 4 മാസത്തേക്കാൾ കൂടിയ കാലയളവിലേക്ക്, ഒന്നുകിൽ ജീവിതത്തിൽ ഒരിക്കലും എന്ന്, അല്ലെങ്കിൽ 4 മാസത്തേക്കാൾ കൂടിയ കാലയളവ് വെച്ചുകൊണ്ട് അവളെ ഇനി വത്അ ചെയ്യുകയില്ല എന്ന് ഒരുത്തൻ സത്യം ചെയ്താൽ അവൻ ആ പെണ്ണിനെ ത്വലാഖിൽ ഒഴിവാക്കൽ നിർബന്ധ. കാരണം അവളുടെ ശാരീരികമായ ഒരു ആവശ്യമാണിത്. അവൾക്കത് നിർവഹിച്ചു കൊടുക്കാൻ ഇവനല്ലാതെ വേറൊരാളില്ല. ഇവന് ഹലാലായ രീതിയിൽ അവൾക്കത് നിർവഹിച്ചു കൊടുക്കാൻ ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവളെ ഹറാമിലേക്ക് നിർബന്ധിക്കുന്ന ഒരു കണ്ടീഷനിലേക്കൊക്കെ അത് പോകും. അതുകൊണ്ട് അങ്ങനെ സത്യം ചെയ്ത ഒരു ഭർത്താവ് ആ പെണ്ണിനെ ഒഴിവാക്കൽ നിർബന്ധമാണ്. ഇല്ലം യുരിദിൽ വത്അ, അവൻ അവളെ വത്അ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ. ആ സത്യം ലംഘിച്ചുകൊണ്ട് അവൻ അവളെ വത്അ ചെയ്യുമെങ്കിൽ കുഴപ്പമില്ല, അവൻ അവളെ പിന്നെ അത് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ, സത്യം ലംഘിച്ചതിന്റെ പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് അവന് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ അവൻ സത്യം ചെയ്തു, ഇനി അവൻ അവളെ വത്അ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല എങ്കിൽ പിന്നെ ആ സ്ത്രീയെ അവൻ ഉപേക്ഷിക്കണം, അവളെ ഒഴിവാക്കി കൊടുക്കണം. ത്വലാഖ് ചൊല്ലി അവളെ ഒഴിവാക്കി കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ത്വലാഖ് നിർബന്ധമാകുന്ന കണ്ടീഷന് ഒരു ഉദാഹരണവും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിന്റെ തദ്രീബാത്തിൽ ത്വലാഖ് മാഹുവ എന്നാണ് ചോദ്യം. ത്വലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ ഹല്ലു അഖ്ദിൻ നിക്കാഹി ബിലഫ്ദി മുസ്തഖിൻ മിൻ ത്വലാഖിൻ ഔ ഫിറാഖിൻ ഔ സറാഹിൻ. ഇത്രയാണ് കോർ ആൻസർ. വബി തർജമതി കുല്ലി വാഹിദി മിൻഹ, അതും കൂടെ ഉണ്ടാകുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. യഖഅു ത്വലാഖു മിമ്മൻ, ആരിൽ നിന്നൊക്കെ സംഭവിക്കുക ത്വലാഖ്? മിൻ മുകല്ലഫിൻ മുഖ്താരിൻ വമിൻ മുതഅദ്ദിൻ ബിസക്രിൻ വമിൻ ഹാസിലിൻ ബിഹി. ഇത്രയും ആളുകളിൽ നിന്ന് ത്വലാഖ് സംഭവിക്കും. ഹൽ യഖഅു ത്വലാഖുൽ ഗൾബാൻ, എന്താണ് ഉത്തരം? സംഭവിക്കുമോ? നഅം, യഖഉ ത്വലാഖുൽ ഗൾബാനി അല്ലേ. വഇൻ ഇദ്ദഅ സവാല ശുഊരിഹി ബിൽ ഗളബ്, അവൻ ഗളബ് കൊണ്ട് അവന്റെ ശുഊർ നീങ്ങിപ്പോയിരുന്നു എന്ന് വാദിച്ചാൽ പോലും സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ ചൊല്ലിയാലും ത്വലാഖ് സംഭവിക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഹൽ യഖഉ ത്വലാഖു ബിൽ കിനായത്തി, യഖഉ ത്വലാഖു ബിൽ കിനായത്തി മത, കിനായത്ത് കൊണ്ട് ത്വലാഖ് സംഭവിക്കൽ എപ്പോഴാണ്? ഇൻ ഖസദ ഇഖാഅ ത്വലാഖി ബിഹി അല്ലെ. ഇദാ ഖസദ ഇഖാഅ ത്വലാഖി ബിഹി, ആ കിനായത്തിന്റെ ആ പദം കൊണ്ട് പിന്നെ അവൻ ത്വലാഖ് സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ത്വലാഖ് സംഭവിക്കുന്നതാണ്. അടുത്തത്, ഹൽ യഖഉ ത്വലാഖു മുക്റഹിൻ ബിഗൈരി ഹഖ്, ഹഖില്ലാതെ നിർബന്ധിക്കപ്പെട്ടവന്റെ ത്വലാഖ് സംഭവിക്കുമോ? ലാ യഖഉ അല്ലേ. ലാ യഖഉ ത്വലാഖു മുക്റഹിൻ ബിഗൈരി ഹഖ്.
ഹൽ യഖഉ തലാഖു ബി ഇഷാറത്തി അഖ്റസ്, അഖ്റസിന്റെ പിന്നെ ഇഷാറത്ത് കൊണ്ട് തൊലാഖ് സംഭവിക്കോ? നഅം യുഅ്തദ്ദു ബിഹാ നമ്മൾ പറഞ്ഞത് അല്ലേ. അതിന്റെ അർത്ഥം എന്താ? യഖഉ തൊലാഖു സംഭവിക്കും എന്നാണ്. അത്തൊലാഖു സുന്നത്തുൻ മത, സുന്നത്താവൽ എപ്പോഴാണ് തൊലാഖ്? ഒരാൾ തന്റെ ഭാര്യയുമായിട്ടുള്ള അവകാശങ്ങൾ വെട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്ന് ഭയപ്പെടുമ്പോഴാണ് അല്ലെ. യുസ്തഹബ്ബു ത്വലാഖു ലിഖൗഫി തഖ്സീരിഹി ഫി ഹഖ്ഖിഹാ ലിബുഗ്ദിൻ ഔ ഗൈരിഹി എന്നും കൂടെ എഴുതിയാൽ ഒന്നും കൂടെ പൂർണ്ണമായി. അത്വലാഖു അൽ മുഹറമു മാ ഹുവ, ഹറാമായ ത്വലാഖ് ഏതാണ്? ഹറാമായ ത്വലാഖ് ഏതൊക്കെയാണ്? 2-3 ഹറാമായ ത്വലാഖുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യഹ്റമു ത്വലാഖു മൗതൂഅത്തിൻ ഫി ഹൈളിൻ ഔ നിഫാസ് അല്ലെ. അപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ശുദ്ധി കാലയളവിൽ, അത് തന്നെ ജിമാഅ് ചെയ്തതല്ലാത്ത ശുദ്ധി കാലയളവിലെ ഒരു പെണ്ണിനെ ത്വലാഖ് ചെല്ലാൻ പാടുള്ളൂ. അപ്പം ഹൈദ് നിഫാസ് കാലയളവിലാണെങ്കിലും ജിമാഅ് ചെയ്ത ശുദ്ധി കാലയളവിലാണെങ്കിലും ഹറാമാണ്. അതേപോലെ തന്നെ അനന്തരത്തിൽ നിന്ന് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു രോഗി തന്റെ ഭാര്യയെ ത്വലാഖ് ചെല്ലുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? ഹറാമായ ത്വലാഖിൽ പെട്ടതാണ്. യജിബു ത്വലാഖു അലാ മൻ, ആർക്കാ ത്വലാഖ് നിർബന്ധമുള്ളത്? ത്വലാഖു ഹാലിഫിൻ അല്ലാ യതഅ സൗജതഹു ഫിൽ ഉംരി ഔ സായിദൻ അൻ 4 അശ്ഹുരിൻ, 4 മാസത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ജീവിതകാലത്തേക്ക് ഫത്വ ചെയ്യുകയില്ല എന്ന് ഒരാൾ സത്യം ചെയ്താൽ അവൻ ത്വലാഖ് ചെല്ലൽ നിർബന്ധമാണ്. ഇല്ലം യുരിദിൽ വത്വ അല്ലെ, അവൻ അവളെ ത്വലാഖ് ചെല്ലാൻ അവളെ വത്വ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവളെ ത്വലാഖ് ചെല്ലൽ നിർബന്ധമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.